ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ഹെൽത്തിയുമായ ബ്രൊക്കോളി മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ബ്രൊക്കോളി മുട്ടത്തോരൻ ഉണ്ടാക്കിയെടുക്കാം. ബ്രൊക്കോളി വാങ്ങുമ്പോൾ നല്ല പച്ചപ്പുള്ളത് നോക്കിയിട്ട് എടുക്കുക. മഞ്ഞ കലർന്ന കളറിനേക്കാളും നല്ലത് പച്ചപ്പുള്ളതാണ്. ഇത് ഇനി കട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ കോളിഫ്ലവറൊക്കെ കഴുകുന്ന പോലെ തന്നെ ഉപ്പും വിനീഗറും ഒഴിച്ച വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്ലവറിൻ്റെ ഭാഗമൊക്കെ പെട്ടെന്ന് കട്ടാകും. ഈ ചെറിയ തണ്ടിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ഉള്ള പോലെ തോന്നും, പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു സവാളയും കുറച്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർത്താലും മതി. പച്ചമുളക് എടുക്കുമ്പോൾ മുളകിൻ്റെ എരിവിനനുസരിച്ച് കൂടുതലെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കുക. ഞാൻ കടുക് ചേർക്കണില്ല. ഇനി കട്ട് ചെയ്ത് വെച്ച് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വാറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് വാറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും തേങ്ങയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ച ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഈ നമ്മളിട്ട തേങ്ങയും സവാളയും പച്ചമുളകും ഉപ്പും എല്ലാം കൂടി മിക്സായി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ബ്രൊക്കോളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. അതേപോലെ തന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ബ്രൊക്കോളി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഒഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചത് കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഈ മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഈ ബ്രൊക്കോളിയും കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ബ്രൊക്കോളിയും മുട്ടയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കോളിഫ്ലവർ വെച്ചും ഇതുപോലെ തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മുട്ടയും ബ്രൊക്കോളിയും കൂടി എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ചപ്പാത്തിക്കും ചോറിനും ഒരേപോലെ പറ്റിയ ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.